ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് കോയമ്പത്തൂർ വരെയാണ്. ഞങ്ങളൊന്ന് പോണത് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് പോണത്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. നമ്മളങ്ങനെ അതെ വീട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അതെ ഈ വഴി നമുക്ക് പോണത് ചെറുമുക്ക് അമ്പലം കൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്, കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇത് നേരെ ചെന്ന് കയറുന്നത് മണ്ണുത്തിലേക്കാണ് ഈ വഴി ചെന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടത്തെ സൈഡിലാണ് ഈ കൃഷ്ണൻ്റെ അമ്പലം വരുന്നത്. അപ്പോൾ അതേനാ കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ അത്. അപ്പോൾ നടയൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം നിന്ന് തൊഴുതിട്ടാണ് പോണത്. ഈ വഴിയാണ് നേരെ പോണത് മണ്ണുത്തി ഉണക്കുന്നത്. അപ്പോൾ നെട്ടിശ്ശേരി പാടം കഴിഞ്ഞിട്ടാണ് പോകാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇടത്തെ സൈഡിൽ ഞങ്ങളിത് ഇതിന് മുന്നേ നമ്മുടെ കാറൊന്നും പൂജിക്കാനായിട്ട് വന്നപ്പോൾ ഈ അമ്പലം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ കുറ്റുമുക്ക് അമ്പലം കേട്ടോ. ഇതാണ് നമ്മുടെ നെട്ടിശ്ശേരി പാടട്ടാ. ഇവിടെ നല്ല രസമാണ് ഈ വൈകുന്നേരം സന്ധ്യ നേരത്തൊക്കെ ഇരിക്കാനായിട്ട്. ഇതിലെ കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ സന്ധ്യ നേരം നടക്കുമ്പോൾ രണ്ട് വശം മരങ്ങളും അത്യാവശ്യത്തിന് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സീറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ആദ്യമൊക്കെ നടക്കാൻ വരുമ്പോൾ ഇത് ചെറിയ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വലിയ മരങ്ങളായി. അപ്പോൾ അത്യാവശ്യം ഞാവിലും മാവും ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും പാടായി കാരണം നമുക്ക് നല്ല ഒരു കാറ്റൊക്കെ കൊണ്ട് നടക്കാനും ഇരിക്കാനും നല്ല രസമാട്ടോ അവിടെ. ഇത് നേരെ ചെന്ന് കയറുന്നത് മണ്ണുത്തിക്കാണ്. ഈ വഴി ചെന്ന് കയറുന്നത്. അപ്പോൾ നമ്മുടെ പാടം കണ്ട ഈ പാടത്തിൻ്റെ സൈഡിൽ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. നെട്ടിശ്ശേരി പാടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നെട്ടിശ്ശേരി അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നിൽ ഇതേ ഒരാലുണ്ട്. ഈ ആലിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊരു പുതിയതായിട്ടൊരു വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഞാൻ എടുത്തിട്ട് 3-ാം ദിവസം ഈ ആൽത്തറയിൽ കൊണ്ട് ഇടിച്ച വണ്ടിയാണ് സ്വിഫ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ആൽത്തറ വന്നു കഴിഞ്ഞാൽ മറക്കില്ല ഒരിക്കലും. ഈ ഇവിടെ മോനായിട്ട് എപ്പോഴും പറയും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെയും പെട്ടിക്കാട് ഇട്ട് കൊടുക്കേണ്ടി വന്നേനെന്ന് പറയാറ്. അപ്പോൾ അതെ നമ്മൾ വീണ്ടും പോവാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് നമ്മൾ മണ്ണുത്തേക്ക് കയറുള്ളൂ കേട്ടോ. നമ്മുടെ ഈ റോഡ് ചെന്ന് മുട്ടണത് 3 കൂടിയ വഴിക്കാണ്. ഒന്ന് നെട്ടിശ്ശേരി ഞങ്ങളുടെ കുറ്റുമുക്ക് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക്, ഇടത്തെ ഭാഗത്തേക്ക് മണ്ണുത്തി, വലത്തെ ഭാഗം തൃശ്ശൂർക്കാണ് കേട്ടോ പോണത്. നമ്മളങ്ങനെ അതെ മണ്ണുത്തി എത്തിയിട്ടാണ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട്ടേക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു കുതിരാൻ തുരങ്കമുണ്ട്. അപ്പോൾ പോണ വഴിക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നേരെ നമ്മളിതേ ഹൈവേയിലേക്ക് കയറിയിട്ടാണ്. ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ നേരെ കുറച്ച് കവണി കഴിയുമ്പോൾ എത്തണം കുതിരാൻ തുരങ്കം എത്തണമെങ്കിൽ. പോണ വഴിക്ക് ഞങ്ങൾ ഫാസ്റ്റാഗ് എടുക്കാനായിട്ട് ഒരു അരമണിക്കൂറോളം നിർത്തിയിട്ടാണ്. ഫാസ്റ്റാഗ് എടുക്കാൻ നിന്നപ്പോൾ നമ്മൾ പുറമെ നിന്നുള്ള 4 വശത്തെ വീഡിയോസൊക്കെ നിർത്തും. നമ്മൾ കുതിരാൻ്റെ ഭാഗത്തേക്ക് എത്താറ് തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് തൊട്ട് നേരെ നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും കൂടെ വണ്ടി ഓടിക്കാൻ വരെ നല്ല സുഖമാണ്. ഹൈവേ കാരണം ഒരു കുണ്ടും കുഴിയൊന്നും ഇല്ല റോഡൊന്നും. അപ്പോൾ നമ്മളിതേ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഇതേ പാറ വീട്ടിലേ കണ്ട ഇല്ല സൈഡിൽ വലത്തെ സൈഡിൽ ആദ്യം ഒരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടാകുന്നു കേട്ടോ. അയ്യപ്പസ്വാമിയുടെ അമ്പലം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണ കാരണം നമുക്ക് ആ അമ്പലം കാണാൻ പറ്റില്ല. മറ്റേ ഞങ്ങൾ അങ്ങനെ ഇതിലെ പോകുമ്പോൾ അവിടെ പൈസ ഒക്കെ ഇട്ടിട്ടാണ് പോവാറുള്ളത്. നമ്മളിതേ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര മീറ്ററാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഈ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. കിലോമീറ്റർ മുകളിലുണ്ട് അല്ലേ? ഏകദേശം ഇപ്പം നമ്മൾ അവസാനിക്കാറായി തുടങ്ങിയിട്ടാണ്. നമ്മൾ തുരങ്കത്തിൽ പുറത്ത് കണക്കാറായി തുടങ്ങി. നമ്മളങ്ങനെ അതെ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്.
അപ്പോൾ വണ്ടിക്ക് നമ്മൾ അതിന് മുന്നേ നമ്മൾ ഫാസ്റ്റാഗ് അടിക്കാനായിട്ട് പൈസ കയറ്റാനായിട്ട് റീചാർജ് ചെയ്യാനായിട്ട് നിർത്തിയിട്ടുണ്ടാവുന്നു ഒരു 10-15 മിനിറ്റ്. അതെ നമ്മൾ ഇവിടെ നിന്ന് കണക്കാണ് ഇപ്പുറത്തേക്ക് ടോളിൻ്റെ അപ്പുറത്തേക്ക്. ഇത് വാളയാറ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഫാസ്റ്റാഗ് അടച്ച കാരണം നമുക്ക് പ്രശ്നമില്ല. ഇതിന് നമുക്ക് ഓരോന്നിന് പൈസ അവിടെ ഇതിന് ഫാസ്റ്റാഗ് അവിടെ പൈസ പിടിക്കാൻ പറ്റും. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാൻ നിർത്തിയപ്പോൾ ഒരു തൊല്ലിമരം കണ്ടു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കൊണ്ടുവന്നത് ചോറ്, ചമ്മന്തിയും കടലക്കറി പിന്നെ മോരാണ്. അപ്പോൾ മോനെണ്ണ ഇത് പറഞ്ഞു വീട്ടിലെ ഊണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലത്തെ ഊണാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഇരുന്നു കേട്ടോ. ചോറൊക്കെ ഉണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വെറുതെ ചുറ്റിപ്പറ്റി നിന്നു. എൻ്റെ ഇടയിൽ മോനെണ്ണാണ് ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നത്. ഞാൻ അവിടെ കാറിൻ്റെ അടുത്ത് തന്നെ നിന്നു. ഒരു തെങ്ങും തോപ്പിൻ്റെ അടുത്ത് നിന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ നെല്ലിമരൊക്കെ ഉണ്ടാകും. നെല്ലിക്ക പൊട്ടിക്കാൻ നോക്കിയപ്പോൾ നെല്ലിക്കൊന്നും കിട്ടിയില്ല. ഞങ്ങളങ്ങനെ കുറച്ചാണ് കടന്നപ്പോൾ ഒരു ടോളും കൂടി കണ്ടു. അപ്പോൾ അത് നമുക്കതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം തിരിച്ചെന്നെ പോന്നു. അപ്പോൾ സൈഡിലൊരു പള്ളിയൊക്കെ നമ്മൾ കണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വഴിയൊക്കെ നമുക്ക് ആദ്യമായിട്ട് വരുന്ന കാരണം കുറച്ചൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉക്കടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മാർക്കറ്റിലേക്കാണ് പോയത്. പഴയ മാർക്കറ്റാണത്. അപ്പോൾ അതിൻ്റെ പേരാണ് അത് ഞാൻ മുകളിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിലേക്ക് കടക്കാനുള്ള വഴിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വണ്ടി ഉക്കടം മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളുണ്ട് കേട്ടോ. ഇത് നമുക്കിതുള്ളത് പഴയ മാർക്കറ്റാണ്. നമുക്ക് എല്ലാ വണ്ടിയിലും പാഴ്സോളും എന്ത് സാധനം വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളത് കോയമ്പത്തൂർ പോയിട്ട് തിരിച്ചു വന്നു. നേരം വൈകി. നമുക്ക് ഇത്തിരി കൂടി നേരത്തിലാണ് പോകേണ്ടതാകും. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നേരം വൈകി കാരണം നമ്മൾ വഴി കണ്ടുപിടിക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ നമ്മൾ അധികമൊന്നും മേടിച്ചിട്ടില്ല. കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് തന്നെ നമ്മൾക്ക് കാറൊക്കെ കഴുകാനായിട്ട് മേടിച്ചത് പമ്പാണ് കേട്ടോ. ഇത് ഞാൻ ഓപ്പൺ ആക്കണില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കണില്ല. 2-3 ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറം വശം മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ചത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാമറയാണ്. കാരണം നമ്മൾ കുറേ നാളായി ഇത് മേടിക്കണം, ക്യാമറ വീട്ടിലേക്ക് വെക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവം ആയതുകൊണ്ട് നമ്മളത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു പെട്ടിയിലാക്കിയിട്ടാണ് അവർ തന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മേടിച്ച ക്യാമറ. അത് CP+ ആണ് ഇതിൻ്റെ. ഇത് ഇന്ത്യയിൽ തന്നെയാണ് ഇത് പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എത്രയാണ് റേറ്റ് അയക്കുന്നത്? 2800. 2800. 360 ഡിഗ്രിയാണ് വൈഫൈ കണക്ഷൻ ഉള്ളത്. അപ്പോൾ ഇതൊന്ന്, പിന്നെ അതന്നെ ക്യാമറ തന്നെ. അപ്പോൾ ഇതും വേറൊരു ക്യാമറയാണ്. ഇതിൻ്റെ പേരും CP+ തന്നെയാണ്. ഇതിന് 1200 കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വലിയ ക്യാമറയുടെ ഒപ്പം ഉള്ളത് മെമ്മറി കാർഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡ് നമുക്ക് ഇപ്പോൾ പുറത്ത് നമ്മൾ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കുത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ദിവസത്തുള്ള ഒരാഴ്ചത്തെ വീഡിയോ ഇതിൽ എടുക്കും. അപ്പം പിന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തില്ലെങ്കിൽ ആദ്യത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലേറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതിന് വേറെ നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കും. 600 രൂപ. അപ്പോൾ നമ്മൾ പിന്നെ മേടിച്ചേക്കുന്നത് ഇത് സ്റ്റാൻഡാണ്. അത് ഈ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ്. ഇതിലും നമ്മൾ അഡീഷണൽ 223 രൂപ കൊടുത്തിട്ടാണ് നമ്മളിത് മേടിച്ചത്. പിന്നെ നമ്മളിത് കോയമ്പത്തൂർ പോയി മേടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് ഹോൾസെയിലായ കാരണം വിലക്കുറവുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് അവിടേക്ക് പോയി പർച്ചേസ് ചെയ്തത്. ഉക്കടം മാർക്കറ്റ്. അതിൽ 2 മാർക്കറ്റ് ഉണ്ട്. ഒന്ന് ഉക്കടത്തിൽ തന്നെ പഴയ സാധനങ്ങൾ കിട്ടും ചെയ്യും, അതേപോലെ തന്നെ പുതിയത് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ പുതിയ മാർക്കറ്റിലേക്ക് പോയിട്ടാണ് ഇതൊക്കെ മേടിച്ചത്. ക്യാമറയും പിന്നെ നമ്മുടെ കാർ ആക്സസറിയുടെ പമ്പും ഒക്കെ മേടിച്ചത്. പിന്നെ നമ്മൾ മേടിച്ചത് ഓസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓസ് എന്താ ഇവിടെ കിട്ടില്ലേന്ന്. അതല്ല, ഇവിടെ ഞങ്ങൾ 1 മീറ്റർ ഓസിൻ്റെ വില ചോദിച്ചപ്പോൾ 80 രൂപയും ഇത് 1 മീറ്ററിന് 50 ഉള്ളു. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇത് തന്നെയല്ല മേടിക്കാൻ പോയത്, എല്ലാം കൂടി മേടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവിടേക്ക് പോയത്. അപ്പോൾ ഇത് 16 മീറ്റർ ഓസാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ ടാപ്പും കൂടി മേടിച്ചു, അത്രേ ഉള്ളൂ.
ഈ കണ്ട സാധനങ്ങളാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വന്നിട്ട് മേടിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി മേടിച്ചേനെ സാധനങ്ങൾ. നമ്മുടെ നേരം മുഴുവനും ചുറ്റി ഞങ്ങൾക്ക് വഴിയും കറക്റ്റ് അറിയാൻ പറ്റില്ല. മറ്റേ തിരക്കും അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത് തന്നെ അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് കോയമ്പത്തൂർ പോയ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.